ഹായ് ഓൾ വെൽക്കം ടു ബഹറിൻ ഡയറീസ്. ഞാൻ എന്നുള്ളത് ബഹറിനിലെ ഒരു ലൈബ്രറിയിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ലൈബ്രറി ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ഒരു വിദേശ രാജ്യത്ത് ഒരു അറബ് കൺട്രിയിൽ ആദ്യമായിട്ടാണ് ഒരു ലൈബ്രറി വിസിറ്റ് ചെയ്യുന്നത്. ഇതൊരു ആർട്ട് ഗാലറി കൂടിയാണ് കേട്ടോ. പിന്നെ കൂടാതെ ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കും, അതുപോലെ തന്നെ ഡ്രാമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ലൈബ്രറിയുടെയും ഈ ഒരു ആർട്ട് ഗാലറിയുടെയും ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് ആസ്വദിക്കുക കേട്ടോ. ഇവിടെ ഇസ്ലാം ചരിത്രം അടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. ഇത് ഈജിപ്ത് ഇസ്ലാം ഡെമോക്രസിയുടെ ഒരു പുസ്തകമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആ, എന്താ പറയുക, മുസ്ലിം ചരിത്രങ്ങളുടെ ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷൻ ഇവിടെയുണ്ട്. ആം, പിന്നെ ക്ലിയോപാട്രയുടെ ഒരു പുസ്തകം ഉണ്ട് കേട്ടോ, ക്ലിയോപാട്ര. പിന്നെ ഇസ്ലാം, ദ മോഡേൺ മിഡിൽ ഈസ്റ്റ്, പിന്നെ ഫാന്റാസ്റ്റിക് റിയാലിറ്റി, അമേരിക്ക ഇസ്ലാം, അങ്ങനെ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുണ്ട്. ദ മീനിങ് ഓഫ് ദ 21st സെഞ്ച്വറി. അങ്ങനെ ആക്ച്വലി അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് വായിക്കാം. ഇസ്ലാം ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബുക്സൊക്കെ എടുത്ത് വായിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ലൈബ്രറിയുടെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഒത്തിരി ഒത്തിരി നല്ല നല്ല പുസ്തകങ്ങളുണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. എന്ത് ഭംഗിയായിട്ടാണോ പുസ്തകങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്കിരുന്ന് വായിക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ല ഭംഗിയായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ കാണാം കേട്ടോ നമുക്ക്. എന്താണല്ലേ ഈ ഒരു പിക്ചറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അൽ മനാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ, ഗൾഫ് സർവേ. പിന്നെ ഇതെന്താണ്, സൂഫി ഹുഷൈൻ, പിന്നെ ഈജിപ്ത് ടൂറിസം, പിന്നെ ദ ആർട്ട് ബോക്സ്. അങ്ങനെ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങളുണ്ട് കേട്ടോ. ലൗഡ് വൺസ്, അങ്ങനെ നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ആഫ്രിക്ക, ഈജിപ്ത്, അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇത് പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല അടിപൊളി ഏരിയ ആണ്. ഇവിടെ ഒരുപാട് പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രി ആണ് വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. ബട്ട് ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു പിക്ചറാണ് കേട്ടോ. ഇതെന്താണ് മനസ്സിലായവർ കമൻ്റ് ഇടണേ. എനിക്കൊരു മരത്തിൻ്റെ ബെഞ്ചായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഇവിടെ കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ചാരുകസാരയാണ് കേട്ടോ. പഴയ ചാരുകസാരയുടെ ഒരു മോഡേൺ പതിപ്പാണിത്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് നോക്കി, ഇത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഇതെന്താ സംഭവം? ഇത് ഇങ്ങനെയും പെയിൻറ്റിങ് ഒക്കെ വരച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ആർട്ട് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. ആക്ച്വലി കലാകാരന്മാർക്ക് ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാവുമായിരിക്കാം. ഞാനിവിടെ പതുക്കെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈബ്രറി ആണല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് ഉറക്കനിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടോ, അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്, തിരിച്ചിറങ്ങും. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തോ ആണ്, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം. ഇതൊരു പെയിൻറ്റിങ് ആട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ആർട്ട് ഗാലറി എന്ന് പറയുന്നത്. നല്ല രസമുള്ള സംഭവം. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല ഭംഗിയുള്ള ബൊഗെയിൻവില്ല ചെടികൾ ഇവിടെ ആകെ മൊത്തം പടർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലും ആകെ മൊത്തം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഇംഗ്ലീഷ് ടച്ചാണ് കേട്ടോ. ഇതൊരു ഇംഗ്ലീഷ് ഗാലറിയാണ്, ഒരു ബ്രിട്ടീഷ് ഗാലറി പോലെയാണ്. ഇരിക്കാനുള്ള ബെഞ്ചും നല്ല അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഒരു പ്രത്യേക വൈബ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. എന്താ പറയുക, ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു രാജ്യത്തെത്തിയ പോലത്തെ ഒരു ഫീല്. നല്ല രസമുണ്ട് കാണാനായിട്ട്.
ലൈബ്രറിയുടെ പുറത്തുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാം. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. എന്ത് ശാന്തതയാണെന്നറിയാമോ. ഞാൻ ഇവിടുന്ന് പതുക്കെ കേട്ടോ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവിടെ എന്നോട് ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയും. ഈ ചെയറൊക്കെ ഒരു ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ആച്ചുതേ അവിടെ കയറി ഇരിപ്പായി. ഈ ചെയറൊക്കെ നോക്കിയേ, ഭയങ്കര രസമായിട്ടുണ്ടല്ലേ. ഒരു പ്രത്യേക ഭംഗി കാണാനായിട്ട്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഫോട്ടോഗ്രാഫ്, ഇത് എന്താ ഒരു ക്ലോത്ത് പോലെ ഉണ്ട് കേട്ടോ. ക്ലോത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന പോലെയുണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന പോലെയുണ്ട്. ഒക്കെ അങ്ങനത്തെ ചിത്രങ്ങളാണ് കേട്ടോ. ക്ലോത്തിൽ ചെയ്ത് വെച്ചിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ്. എന്താ അല്ലേ ക്രിയേറ്റിവിറ്റി, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തുണികളാണ് ഇതൊക്കെ, തുണി കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെ. ഇവിടെയുള്ള ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ, ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ഈ ചിത്രങ്ങൾ കാണാനായിട്ട്. ഒരു മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ആർട്ട് ഗാലറിയുടെ ഫ്രണ്ട് സൈഡാണിത്.